കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 1 നാളെ ഇൻ്റഗ്രേഷൻ ഡേ 3 എക്സാം ആണ്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞായിരുന്നോ? പഠിച്ചുകൊണ്ടിരിക്കുവാണോ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? നോക്കാവോ? നോക്കാം. ഓക്കെ, നാളെ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ കാണുന്നേ? ഹാറ്റ്സ്, തൊപ്പികൾ. ഹാറ്റ്സ്, തൊപ്പികൾ. ടീച്ചർ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ആണ് എങ്കിലും ഇംഗ്ലീഷിലും അത് നോക്കും കേട്ടോ. ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ തൊപ്പികൾ. ഇവിടെ 7 തൊപ്പികൾ 2 കയ്യിലുമായി എടുത്ത് തൊപ്പിക്കാരൻ യാത്രയായി. 2 കയ്യിലും കൂടി ആകെ എത്ര തൊപ്പിയുണ്ട്? 7. 2 കയ്യിലും കൂടി 7 ഹാറ്റ്സ്. നിങ്ങൾ 7 ചോക്ലേറ്റ്സ് കിട്ടുകയാണെങ്കിൽ 7 ചോക്ലേറ്റ്സ് നിങ്ങളുടെ ഒരു കയ്യിൽ പിടിക്കാൻ പറ്റുമോ? നോ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഒരു കയ്യിൽ കൊള്ളുന്നത് ഒരു കയ്യിൽ പിടിക്കും, ബാക്കി അടുത്ത കയ്യിൽ പിടിക്കും അല്ലേ? അതുപോലെ ഈ തൊപ്പിക്കാരൻ്റെ കയ്യിൽ 7 തൊപ്പികളുണ്ടായിരുന്നു. പക്ഷെ 7 തൊപ്പിയും ഒരു കയ്യിൽ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? കുറച്ച് തൊപ്പികൾ ഒരു കയ്യിൽ പിടിച്ചു, ബാക്കിയുള്ള തൊപ്പികൾ ഒരു കയ്യിൽ പിടിച്ചു. പക്ഷെ എത്ര തൊപ്പികളാ ഉള്ളേ? 7 തൊപ്പികളാ ഉള്ളേ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, തൊപ്പിക്കാരൻ എങ്ങനെയൊക്കെ ആയിരിക്കും തൊപ്പികൾ പിടിച്ചിട്ടുണ്ടാവുക നോക്കാം. ദാ ഇവിടെ ഒരു കയ്യിൽ എത്ര തൊപ്പിയുണ്ട്? 1 2 3 4. 1 2 3 4. ഒരു കയ്യിൽ 4 ഹാറ്റ്സ്. എന്നാൽ അതർ ഹാൻഡിൽ എത്രയുണ്ട്? മറ്റേ കയ്യിൽ എത്രയുണ്ട്? 4 കഴിഞ്ഞാൽ 5 6 7. 3 തൊപ്പി വേണം. 3 തൊപ്പി എവിടെയാ? ദാ ഇവിടെയുണ്ട്. നോക്കിയേ, നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. ഇവിടെ 4 ഹാറ്റ്സ് ഉണ്ട്. 4 എഴുതിയിട്ടോ. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടെ 7 എഴുതിയിട്ടുണ്ട്. ഇടത് കയ്യിൽ എത്ര, വലത് കയ്യിൽ എത്ര? ഹൗ മെനി ഇൻ ലെഫ്റ്റ് ഹാൻഡ്, ഹൗ മെനി ഇൻ റൈറ്റ് ഹാൻഡ്? ഓക്കെ, അപ്പോൾ ഇടത് കയ്യിൽ എത്രയുണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി 7 എണ്ണം ആവാനായിട്ട് എത്ര വേണം? 4 കഴിഞ്ഞാൽ 5 6 7. 3 എണ്ണം കൂടി വേണം. നോക്കാവോ? നമുക്ക് നോക്കാം. അപ്പോൾ 4ഉം 3യും കൂടെ 7 ആണോ? നമുക്കൊന്ന് നോക്കാം. 1 2 3 4 5 6 7. യെസ്, ഒരു കയ്യിൽ 4ഉം ഒരു കയ്യിൽ 3ഉം ആണെങ്കിൽ എത്ര ഹാറ്റ്സ് ആയി? ഹൗ മെനി ഹാറ്റ്സ്? 7 ഹാറ്റ്സ്. ഓക്കെ, കുറച്ചു നേരം ഇങ്ങനെ ഈ തൊപ്പിക്കാരൻ നടന്നപ്പോൾ വീണ്ടും കൈ തളർന്നു. തൊപ്പി വിൽക്കാൻ പോവാട്ടോ. കൈ തളർന്നു. അങ്ങനെ എന്ത് ചെയ്തെന്നറിയാവോ? ഒരു കയ്യിൽ എത്ര ഹാറ്റ്സ് പിടിച്ചു? 1 2 3 4 5. എത്ര ഹാറ്റ്സ് പിടിച്ചു? 5. ഓക്കെ, ഇനി മറ്റേ കയ്യിലപ്പോൾ എത്രയായിരിക്കും? 5 കഴിഞ്ഞാൽ 6 7. 2 ഹാറ്റ്സ് എവിടെയാ? 2 ഹാറ്റേ ഉള്ളോ? 6 7. നോക്കാം. 1 2 3 4 5 6 7. യെസ്, 7 ഹാറ്റ്സ് ആയി. അപ്പോൾ 5 + 2. 5ഉം 2ഉം കൂടി ചേർന്നാൽ എത്രയായി? 7. ഓക്കെ, നോക്കി, ഇവിടെ ഒരു കയ്യിൽ 1 ഹാറ്റേ ഉള്ളോ. ഒരു തൊപ്പി ഒരു കയ്യിലുള്ളോ. മറ്റു കയ്യിൽ എത്ര ഉണ്ടായിരുന്നു കാണും? 6. 1. ഇവിടെ നമുക്ക് 1 എഴുതാവേ. 1. ഓക്കെ, 1ഉം 6ഉം. ഇവിടെ 1 ഉണ്ട്. 1 കഴിഞ്ഞാൽ 1 2 3 4 5 6 7. അപ്പോൾ 1ഉം 6ഉം കൂടി എത്രയായി? 7 ആയി. ഇനി നോക്കിയേ, അടുത്തിവിടെ എത്രയുണ്ട്? 1 2 3. ഇവിടെ 3. ഇടത് കയ്യിൽ 3 ഹാറ്റ്സ് ഉണ്ട്. ഇടത് കയ്യിൽ എത്ര ഹാറ്റ്സ് ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ മറ്റു കയ്യിൽ എത്ര ഉണ്ടാകും? 4.
3, 4, 5, 6, 7. അപ്പോൾ 3ഉം 4ഉം കൂടി 7. അപ്പോൾ ഇടത് കൈയിലും വലത് കൈയിലും കൂടി നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി മാറ്റി പിടിച്ച് 7 ഉണ്ടാക്കാം അല്ലേ? അതെങ്ങനെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ സംഖ്യകളും ഇതുപോലെ ചെയ്യാനായിട്ട് കഴിയും. 5 തൊപ്പിയുണ്ടെങ്കിൽ ഒരു കയ്യിൽ 3ഉം ഒരു കയ്യിൽ 2ഉം പിടിക്കാം. കുറച്ച് വീണ്ടും നടന്നു പോയിട്ട് ഒരു കയ്യിൽ 4ഉം ഒരു കയ്യിൽ 1ഉം പിടിക്കാം. വീണ്ടും കുറേ ദൂരം നടന്നു പോയിട്ട് എന്ത് ചെയ്യാം? ഒരു കയ്യിൽ 2ഉം ഒരു കയ്യിൽ 3ഉം പിടിക്കാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി മാറ്റി പിടിക്കാം. ഓക്കെ, അപ്പോൾ ഒരു നമ്പറിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പല രീതിയിൽ എഴുതാം. അതാണ് ഇവിടെ കാണിച്ചത്. ഒരു നമ്പർ തന്നെ പല രീതിയിൽ എഴുതാനായിട്ട് കഴിയും. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഓർമ്മിക്കുക കേട്ടോ. ഇവിടെ നോക്കിയേ, ജീവികളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന സംഖ്യ ഏതാണ്? ഇത് ഫിഷ് ആണല്ലേ? ഈ ഫിഷിന്റെ പുറകിൽ ഏത് സംഖ്യ ഒളിഞ്ഞിരിക്കുന്ന? ഫിഷിന്റെ പുറകിൽ 2ന് മുൻപ് ആരാ? 1. അപ്പോൾ ഇവിടെ ഫിഷിന് പുറകിൽ ഒളിച്ചിരിക്കുന്ന സംഖ്യ ഏതാ? 1. അങ്ങനെയാണെങ്കിൽ അടുത്ത് നിങ്ങൾ പറയാ കേട്ടോ, റാബിറ്റിന് പിന്നിൽ ഏത് നമ്പറാണ്? വാട്ട്സ് ദ നമ്പർ? റാബിറ്റിന് പുറകിൽ ഏത് നമ്പറാണ്? 9 കഴിഞ്ഞാൽ 10. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് റാറ്റ്. റാറ്റിന് പുറകിൽ ഏത് സംഖ്യയാണ്? വിച്ച് നമ്പർ? 2, 3. യെസ്, നമ്പർ 3 റൗണ്ട് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്വിറൽ. അണ്ണാൻ. അണ്ണാൻ എവിടെയാ? അണ്ണാന് പുറകിൽ ഏത് സംഖ്യ? 15, 16. Where is 16? Hey, 16 is here. 16, number 16. Next question, cat. Where is cat? Hey, cat is here. Cat ഇവിടെ ഉണ്ട്. കാറ്റിന്റെ നമ്പർ എത്രയാ? Which number? 13, 14. Where is 14? 14 is there. Okay, 14. Next question, monkey. Monkey's number 17, 18. Very good. Where is 18? Yes, 18. This is 18. Next, owl. Munga, owl. What's the number of owl? 11, 12. Yes, where is 12? Yes, this is 12. 12 round ചെയ്യാ. 12. എല്ലാവരെയും റൗണ്ട് ചെയ്തില്ലേ? നമ്മൾ എല്ലാവരുടെയും നമ്പർ കണ്ടുപിടിച്ചില്ലേ? ഇവരെന്ത് ചെയ്യുന്നേക്കണ്ടേ? ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ നമ്പേഴ്സ് നമ്മൾ കാണണ്ടെന്ന് കരുതി നമ്പേഴ്സിന് മുമ്പിൽ വന്നിരുന്നു. നമുക്ക് കാണാൻ പറ്റുമോ? നോ. നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? നമുക്ക് ബുദ്ധിയുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? നോക്കിയേ, നിങ്ങളുടെ വിരൽ കണ്ടോ? നിങ്ങളുടെ വിരൽ തന്നെയാണോ ഇത്? ഹൂസ് ഫിംഗേഴ്സ്? ആരുടെ വിരലുകളാ? നിങ്ങളുടെ വിരലുകൾ തന്നെ കേട്ടോ. ഈ വിരലുകൾ നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ? ഹൗ മെനി ഫിംഗേഴ്സ് ആർ ഹിയർ? ഇവിടെ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര. ഹൗ മെനി, എത്ര. എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഹൗ മെനി എന്ന് ചോദിച്ചാൽ 1, 2, 3 എന്ന് കൗണ്ട് ചെയ്താൽ മതി കേട്ടോ. കൗണ്ട് ചെയ്തത് വീണ്ടും കൗണ്ട് ചെയ്യല്ലേ, എണ്ണിയത് വീണ്ടും എണ്ണരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വിരലുകൾ നിവർത്തി വെച്ചിട്ടുണ്ട്? 1, 2, 3. നമ്മൾ 3 എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെയോ? ഹൗ മെനി ഫിംഗേഴ്സ്? 1, 2, 3, 4, 5, 6, 7, 8, 9. യെസ്, 9 ഫിംഗേഴ്സ്. ഇനി ടീച്ചറിൻ്റെ കൂടെ നിങ്ങളും കൂടണേ. ഹൗ മെനി ഫിംഗേഴ്സ് ആർ ഹിയർ? 1, only 1. How many fingers? 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 8 ഫിംഗേഴ്സ് ആണ്. 10 അല്ല, 8 ഫിംഗേഴ്സ്. ഓക്കെ, ഹൗ മെനി ഫിംഗേഴ്സ് ആർ ഹിയർ? 1, 2, 3, 4, 5. 5 fingers. How many fingers? 1, 2, 3, 4, 5, 6, 7. 7 എഴുതുക. 7 fingers. How many fingers? 1, 2,
3 4 4 എഴുതുക. How many fingers? 1 2 3 4 5 6 6 എഴുതുക. How many fingers? 1 2 2 എഴുതുക. അപ്പോൾ how many എന്ന് ചോദിച്ചാൽ എന്താ? എത്ര. എത്രയെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? how manyയുടെ ആൻസർ കിട്ടാനായി നമ്മൾ എണ്ണി നോക്കുക. ഏത് മുതൽ എണ്ണം? 1 മുതൽ. സ്റ്റാർട്ടിങ് 1 മുതൽ. 1 2 വീണ്ടും 3 എന്ന് പറഞ്ഞ് ഇതെണ്ണോ? നോ, എണ്ണിയത് എണ്ണാൻ പാടില്ല അല്ലേ? 1 2 3 4. ടീച്ചർ വീണ്ടും തിരിച്ചെണ്ണിയോ? എണ്ണിയത് വീണ്ടും എണ്ണിയോ? നോ. അപ്പോൾ നോക്കിയേ, ഇവിടെ കുറച്ച് കല്ലുകളുണ്ടേ. നോക്കണേ, ഇവിടെ കുറച്ച് പെബിൾസ്, സ്റ്റോൺസ് ഉണ്ട്. ഇവിടെ കുറച്ച് നമ്പേഴ്സും എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ പറയുക. How many stones are here? എത്ര കല്ലുകളുണ്ട്? കൗണ്ട് ചെയ്തേ നോക്കട്ടെ. എത്ര പേർക്ക് കറക്റ്റ് ആൻസർ കിട്ടിയെന്ന് ടീച്ചർ ചെക്ക് ചെയ്യാൻ പോവാ. നിങ്ങൾ തെറ്റിച്ച് കൗണ്ട് ചെയ്യോ, കൗണ്ട് ചെയ്തത് വീണ്ടും കൗണ്ട് ചെയ്യോ എന്ന് നോക്കട്ടെ. കൗണ്ട് ചെയ്തോ? ശരി ഉത്തരം നോക്കാം. 1 2 3 4 5. 5 is the right answer. ആർക്കൊക്കെ കിട്ടി 5? യെസ്, വെരി ഗുഡ്. ഒരിക്കലും എന്ത് ചെയ്യരുത്? 1 2 3 4 5 6 എണ്ണിയത് വീണ്ടും എണ്ണാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എണ്ണിക്കഴിഞ്ഞ് അതിന് അതുപോലെ ചെറുതായിട്ടൊന്ന് എഴുതി ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീണ്ടും എണ്ണത്തില്ല. 1 2 3 4 5. ഓക്കെ, ഡോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എണ്ണത്തില്ലല്ലോ. അപ്പോൾ 5 is the right answer എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, തെറ്റിക്കാതെ ചെയ്യണേ. ഇനി ഇവിടെ നോക്കിയേ, പട്ടം പറന്നു. പട്ടത്തെക്കുറിച്ച് നിങ്ങൾ പരീക്ഷ എഴുതല്ലേ? പട്ടം, ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാ. പട്ടം പറന്നു, പൂവ് കണ്ടു, പറവ കണ്ടു. പട്ടം പറന്നു, പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. വായിക്കണേ, നിങ്ങൾ വായിച്ചുവല്ലോ. അപ്പോൾ പട്ടം എന്താ ഇവിടെ എഴുതുക? പട്ടം പറന്നു. ഇവിടെ എഴുതി. പൂവ് കണ്ടു. ഇവിടെ കണ്ടു എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ എഴുതിയ? പറവ. പറവ കണ്ടു. ഇനി എന്ത് എഴുതാം? പട്ടം പറന്നു എന്ന് എഴുതാം. പട്ടം പറന്നു. പൂമല കണ്ടു. പൂമല കണ്ടു. അപ്പോൾ ഇവിടെ കണ്ടു എഴുതിയിരുന്നാൽ എന്തൊക്കെ കണ്ടു എന്ന് നിങ്ങൾ ഇവിടുന്ന് കണ്ടെത്തി എഴുതണം. ഇവിടെ കണ്ടു 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 എന്ന് എഴുതിയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? എന്തൊക്കെ കണ്ടു എന്ന് എഴുതണം. പുഴ കണ്ടു, വഴി കണ്ടു. ഇവിടെ കണ്ടു എഴുതിയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ പൂവ് കണ്ടു, പൂവ്, പറവ, പൂമല, പുഴ, വഴി. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ പട്ടം യാത്ര ചെയ്തപ്പോൾ എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാം? പൂവ്, പറവ, പൂമല, പൂമരം, പുഴ, വഴി, കുളം, വീട്, ഇതൊക്കെ എഴുതാട്ടോ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിറം കൊടുക്കാമോ? കാക്കപ്പൂവിന് കാക്ക നിറമാണോ? ദാ ഉറുമ്പ് ചോദിക്കുക, കാക്കപ്പൂവിന് കാക്ക നിറമാണോ? ഏയ്, നോ 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 നോ. കാക്കപ്പൂവിന് നീല നിറമാണേ. കാക്കപ്പൂവിന് നീല നിറമാണേ. കണ്ടോ? കാക്കപ്പൂവിന് നീല നിറമാണ്. അങ്ങനെയാണെങ്കിലേ ദാ ഇത് ഏത് പൂവാ? ചെമ്പരത്തിപ്പൂവ്. ഏത് പൂവാ? ചെമ്പരത്തിപ്പൂവ്, ഹിബിസ്കസ്. ചെമ്പരത്തിപ്പൂവിന് നിറം ഏതാ? ചുവപ്പ്. ദാ കണ്ടോ, ചുവപ്പ് നിറം കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്താ എഴുതാനുള്ളത്? എഴുതാൻ പറഞ്ഞാൽ ചുവപ്പ്. അടുത്ത ചോദ്യം, ഇതേത് പൂവാ? ജമന്തി. ഏത് പൂവാ? ജമന്തി. ജമന്തിപ്പൂവിന് നിറമേതാ? മഞ്ഞ. ജമന്തിപ്പൂവിന് നിറമേതാ? മഞ്ഞ. മഞ്ഞ.
പനിനീർപ്പൂവ്. പനിനീർപ്പൂവിന് നിറം ഏതാ? റോസ് ആണ് കേട്ടോ. ഇതല്ല, റോസ് ആണ്. പനിനീർപ്പൂവിന് നിറം ഏതാ? ഈ റോസ് ആണ് കേട്ടോ. ഈ നൽകിയിരിക്കുന്ന റോസ് ആണ്. നോക്കിയേ, മുല്ലപ്പൂവിന് നിറം ഏതാ? വെള്ള. ഏതാ നിറം? വെള്ള. അപ്പൊ ഇത് റോസ് നിറമാണ്. ഈ കാണുന്ന റോസ് നിറമാണ് കേട്ടോ, മഞ്ഞ നിറമല്ല, റോസ് നിറം. ടീച്ചറിന് തെറ്റിപ്പോയിട്ടോ. ചെമ്പരത്തിപ്പൂവിന് ചുവപ്പ് നിറം, ജമന്തിപ്പൂവിന് മഞ്ഞ നിറം, പനിനീർപ്പൂവിന് റോസ് നിറം, മുല്ലപ്പൂവിന് വെള്ള നിറം, പിച്ചിപ്പൂവിന് വെള്ള നിറം, കാക്കപ്പൂവിന് നീല നിറം. ശരിയായിട്ട് നിങ്ങൾ കളർ ചെയ്യുമല്ലോ? ചെയ്യും. പൂക്കളുടെ പേരെഴുതാൻ പറഞ്ഞാൽ എഴുതുമല്ലോ. ചെമ്പരത്തി, ജമന്തി, പനിനീർപ്പൂവ്, മുല്ല, പിച്ചി, താമര, അതൊക്കെ എഴുതാട്ടോ. ഇതിൽ വലിയ പൂവും ചെറിയ പൂവും ഏതാ? വലിയ പൂവ് ഏതാ? ചെമ്പരത്തി, ജമന്തി, റോസ, ഇതെല്ലാം വലിയ പൂവാണ്. പിച്ചി, മുല്ല, ഇതെല്ലാം ചെറിയ പൂവാണ് കേട്ടോ. തുമ്പപ്പൂവ് ചെറുതാണ്. അപ്പൊ വലിയ പൂവും ചെറിയ പൂവും അറിയാലോ. ഇതിൽ മണമുള്ള പൂക്കൾ ഏതാ? മണമുള്ള പൂക്കൾ, മുല്ലപ്പൂവിന് മണമുണ്ടല്ലേ? യെസ്. ചെമ്പരത്തിപ്പൂവിന് മണമുണ്ടോ? ഇല്ല. മുല്ലപ്പൂവിന് മണമുണ്ട്. ഓക്കെ. അപ്പോൾ മണമുള്ള പൂക്കൾ ചോദിച്ചാലും മണമില്ലാത്ത പൂക്കൾ ചോദിച്ചാലും വലിയ പൂക്കൾ, ചെറിയ പൂക്കൾ, നിറമില്ലാത്ത പൂക്കൾ ഏതാ? മുല്ല, പിച്ചി, ഇവയ്ക്ക് നിറമുണ്ടോ? ഇല്ല അല്ലേ, വെള്ള നിറമാണ്. എന്നാലും നിറമില്ലാത്തത് പോലെയാണ്. നമ്മുടെ ചെമ്പരത്തിക്ക് ചുവപ്പ് നിറം, ജമന്തിക്ക് മഞ്ഞ നിറം, പനിനീർപ്പൂവിന് റോസ് നിറം, ഇതൊക്കെ ഇല്ലേ? അപ്പൊ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.